കോഴഞ്ചേരിയിൽ ചിന്തൻ ശിബിരം. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. മിഷൻ 2025 ഭാഗമായി കോഴഞ്ചേരി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിന്തൻ ശിബിരം നടത്തുന്നു. കോഴഞ്ചേരി പഞ്ചായത്തിന്റെ വികസന മുരടിപ്പും സാധ്യതകളും ചർച്ച ചെയ്ത പദ്ധതികൾക്ക് ശിബിരം രൂപം നൽകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രസിദ്ധമായ നഗരമാണ് കോഴഞ്ചേരി. നൂറുകണക്കിന് കെട്ടുവള്ളങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്നുപോയിരുന്ന ഉൾനാടൻ തുറമുഖം. ജലഗതാഗതത്തിന്റെ വസന്തകാലത്ത് കാർഷിക വിളകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കയറ്റുമതിയുടെയും പലവ്യഞ്ജനങ്ങളുടെ ഇറക്കുമതിയുടെയും കേന്ദ്രവും പ്രശസ്ത വിപണിയുമായിരുന്ന നാട്. എന്നാൽ സമീപ വർഷങ്ങളിൽ നാടിന്റെ പ്രതാപം ക്ഷയിക്കുകയും വികസനം മുരടിക്കുകയുമാണ് ചെയ്തത്. നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും വികസന വിരുദ്ധതയുമൊക്കെ നാടിനെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 2025 നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് കോൺഗ്രസ് രൂപരേഖ തയ്യാറാക്കുന്നത്. നവംബർ 30 പകൽ 2:30 മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിലിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി. തേവർവേലിയിൽ ഹാളിൽ നടക്കുന്ന ശിബിരം AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ആന്റോ ആന്റണി MP, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രൊഫസർ PJ കുര്യൻ, DCC പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22 മാസത്തിനുള്ളിൽ 21 കോടി രൂപ വെച്ച് പഞ്ചായത്തിനുൾപ്പെടെ അവിടെ ഇരിക്കുന്ന കടക്കാർക്കുൾപ്പെടെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പ്രൊജക്റ്റാണ് അവരന്ന് വെച്ചത്. 22 മാസവും കഴിഞ്ഞ് ഇപ്പോൾ എത്ര വർഷമാണ്? അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ മാറ്റം വന്ന് കൃത്യമായി സമയബന്ധിതമായിട്ട് പഞ്ചായത്തും ഒക്കെ ഇതിൻ്റെ അകത്ത് കൂടെ നിന്ന് ഒരുമിച്ച് നല്ല പദ്ധതികൾ കോഴഞ്ചേരി മാത്രമാണ് ഇപ്പോൾ ഈ മോശം അവസ്ഥയിൽ കിടക്കുന്നത്. തിരുവല്ല, പത്തനംതിട്ട എല്ലാം പല കാര്യങ്ങളിലും എല്ലാം ഒന്നും വേണ്ട. കോഴഞ്ചേരി പാലം കഴിഞ്ഞ് അങ്ങോട്ട് മാരാമണ്ണോട്ട് പോയാൽ പോലും നല്ല കുറേ കടകളും കാര്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നല്ലതായിട്ട് വന്നു. കോഴഞ്ചേരി മാത്രം അന്നും ഇന്നും ഇങ്ങനെ കിടക്കും. അതിൽ മാറ്റം ഉണ്ടാകണം. അതാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ചിന്തന ശിബിരത്തിലെ മെയിൻ ഒരു ചർച്ചാ വിഷയം. വാർത്താ സമ്മേളനത്തിൽ ജോമോൻ പുതുപ്പറമ്പിൽ, അനീഷ് ചക്കുങ്കൽ, അശോക് ഗോപിനാഥ്, C വർഗീസ്, സജു കുളത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.